കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വോട്ട് ചെയ്ത BJP നേതാവ് ഇന്നിപ്പോൾ ബീഹാറിൽ വോട്ട് ചെയ്യുന്ന രണ്ട് പടങ്ങൾ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഉന്നയിച്ചതിന് ശേഷവും ഇതെല്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഇതിൻ്റെ കുഴപ്പമിടാന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ നടക്കുന്ന ബീഹാർ ഇലക്ഷൻ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യരും ഉറപ്പായിട്ടും വിചാരിക്കുന്നു BJP വിൽ വിൻ എന്നാണ്. എങ്ങനെ വിജയിക്കുകയെന്ന് ചോദിച്ചാൽ അതിൽ നല്ല ശതമാനം ആൾക്കാർ പറയുന്നത് ഓൾറെഡി അവർ അതിൻ്റെ വിധി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തലേന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം അതിൻ്റെ ആ മുൻവിധിയെ ഭയങ്കരമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 60 ലക്ഷം ആൾക്കാരെ കണ്ട് അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞു. ആ വെട്ടിക്കളഞ്ഞ ആൾക്കാരെ എങ്ങനെയൊക്കെ ഏത് വഴിക്കാണ് വെട്ടിക്കളഞ്ഞത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഇലക്ഷൻ എങ്ങനെ ഫെയർ ഇലക്ഷനായിട്ട് മാറും? അപ്പോൾ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം ചോദിച്ചാൽ നമ്മൾ നടക്കുന്ന ഇലക്ഷനൊന്നും വിശ്വാസയോഗ്യമല്ല എന്നും അത് തട്ടിപ്പാണെന്നും അത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം അതിനെല്ലാം സഹായം ചെയ്ത് കൊടുക്കുകയാണെന്നുള്ള അവിശ്വാസം ആളുകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ 10 ചീത്ത പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും 2 പേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ വോട്ട് ചെയ്ത സ്വീറ്റി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇതിലെ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു ഇതിലെ തട്ടിപ്പ് എന്താണെന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ തടയാനുള്ള സംവിധാനം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കൂ, ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ക്രമക്കേട് മുഴുവൻ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയാണ് 45 ദിവസം കഴിഞ്ഞാൽ എല്ലാ CCTV ഫുട്ടേജസും നശിപ്പിച്ച് കളയാവുന്നൊരു നിയമം ഉണ്ടാക്കി. എന്തിനാണ് നിയമം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. ഇന്നലെയല്ല, ദിവസങ്ങളായി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ നിയമം ഉണ്ടാക്കിയത് ഒരു ദിവസം ഇതെല്ലാം പുറത്തു വരും. ഇങ്ങനെ മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ മിക്കത് ഒരു ദിവസം പുറത്തു വരുമല്ലോ. എത്രയോ കേസുകളിലെ പ്രതികളെയൊക്കെ 10-30 വർഷത്തിന് ശേഷം പിടിക്കുന്ന നമ്മൾ കണ്ടുണ്ട്. അതുപോലെ പുറത്തു വരും. ആ പുറത്തു വരുന്ന ഘട്ടത്തിൽ തെളിവുകൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ അതിൽ പരിശോധന നടത്താൻ ദൃശ്യങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പരിശോധിക്കാൻ കഴിയുന്നത്. അത് ഉണ്ടാവരുതെന്ന് നിർബന്ധ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്കൊന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള വമ്പൻ ആസൂത്രണം ഇതിൽ നടക്കുന്നുണ്ട്. വൻതോക്കുകൾ ഇടപെടുന്ന വമ്പൻ ആസൂത്രണം അല്ല. ഇന്ന് ഇന്ത്യയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ സംവിധാനങ്ങളും മുഴുവൻ നടുങ്ങേണ്ട സംഗതിയാണല്ലോ ഈ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല.